പറയുന്നത് ഒരു ഓയിൽ അല്ലെ, തൈലമാണ്, തൈല ബേസിസിൽ വന്നിട്ടുള്ളതാണ്. അപ്പം ഈ പണ്ട് മുതലേ നമ്മൾ ഈ എണ്ണ തേച്ച് കുളിയൊക്കെ വളരെ മുഖ്യമായിട്ട് ചെയ്തിട്ടിരുന്നു, നമ്മളുടെ ദിനചര്യന്റെ ഒരു ഭാഗമായിരുന്നു. ആയുർവേദത്തിൽ തന്നെയാണെങ്കിൽ അഭ്യംഗത്തിന് വളരെ വലിയ ശ്ലോകമാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഗുണങ്ങളെ പറ്റിയിട്ട്. അഭ്യംഗമാചരേ നിത്യം ജരാശ്രമ വാദജാഹ ദൃഷ്ടി പ്രസാദ പുഷ്ടിയായി എന്ന് പറഞ്ഞിട്ട് ആ ശ്ലോകം, അതായത് എന്താണ്, വാദരോഗങ്ങൾക്ക് അത് വളരെ, വാദരോഗങ്ങൾ വരാതിരിക്കാനായിട്ട് വളരെ ശ്രേഷ്ഠമാണ് നിങ്ങൾ എന്നും എണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിൽ. ദൃഷ്ടി പ്രസാദനാണ്, കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. പിന്നെയോ നിദ്രയെ തരുന്നതാണ്, നല്ല ഉറക്കത്തെ തരുന്നതാണ് ഈ എണ്ണ തേക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു എണ്ണ തേപ്പിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഓയിലാണ് നമ്മളുടെ ചാമ്പി എന്ന് പറയുന്നത്. കുട്ടികളെയൊക്കെ നമ്മൾ കുളിപ്പിക്കാറുണ്ട് അല്ലെ, കുഞ്ഞു കുട്ടികളെയൊക്കെ. അപ്പൊ അവർക്കും വാർദ്ധക്യത്തിലുള്ളവർക്കും നമുക്ക് എല്ലാവർക്കും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു എണ്ണ തേച്ചൊന്ന് ബോഡിയൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ ഈ പറയുന്ന വാതരോഗങ്ങളൊക്കെ ഒരു കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ടേ നമ്മളെ അടുത്തേക്ക് അത് വരികയുള്ളൂ. നമ്മൾ കൃത്യം നമ്മളുടെ ദിനചര്യയിലെ അഭ്യംഗം അല്ലെങ്കിൽ എണ്ണ തേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ശീലമാക്കുകയാണെങ്കിൽ. അതിനായിട്ടുള്ള ഒരു തൈലാണ് നമ്മളുടെ എന്താണ് ചാമ്പി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ കുറുന്തോട്ടിയും ഒക്കെ ചേർന്നിട്ടുള്ളതാണ്, കണ്ടകാരി, മഞ്ചട്ടി ഒക്കെ ഇതിൽ ചേർന്നിട്ടുണ്ട്.